സുഹൃത്തുക്കളെ, ഞാൻ ഫാദർ ഡോക്ടർ തോമസ് അമ്പൂക്കൻ. എൻ്റെ കഴിഞ്ഞ 4 എപ്പിസോഡുകളും നിങ്ങൾ കണ്ടുവെന്നും അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ഞാൻ വിചാരിക്കുന്നു. ആത്മവിശ്വാസം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന വിഷയത്തെക്കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. അതിൻ്റെ 5ാമത്തെ ടിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. ഈ 5ാമത്തെ ടിപ്പ് ഇതാണ്: ആശയവിനിമയം നടത്തുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിലും മുഖത്തും നോക്കി സംസാരിക്കുക. ആശയവിനിമയത്തിൽ ബോഡി ലാംഗ്വേജിന് ഏറെ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യമാണ് ആശയവിനിമയം നടത്തുമ്പോൾ കണ്ണിലും മുഖത്തും നോക്കി സംസാരിക്കുക എന്നുള്ളതിലൂടെ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും നമ്മളുടെ വികാരങ്ങൾ നമുക്ക് തന്നെ അറിയാനും ഏറെ ഉപകരിക്കുന്നതാണ് നമ്മുടെ ഈ ഐ കോണ്ടാക്റ്റ് എന്ന് പറയുന്ന ആ ടിപ്പ്. നമുക്ക് 3-4 കൊച്ചു കാര്യങ്ങൾ എടുത്തുകൊണ്ട് ഈ എപ്പിസോഡിലേക്കൊന്ന് കിടക്കാം. ഒരു നവജാത ശിശുവിനെ എടുക്കുക. ഒരു നവജാത ശിശുവിനെ സംബന്ധിച്ചിടത്തോളം, കൊച്ചിനെ സംബന്ധിച്ച് കാഴ്ച പൂർണ്ണമല്ല ജനന സമയത്ത്. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ കാഴ്ച കൂടി വരും. കൊച്ച് മറ്റുള്ളവരെ നോക്കി ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും അമ്മമാർ വിചാരിക്കും, അല്ലെങ്കിൽ അടുത്ത് ഇടപഴകുന്നവർ കരുതും, മനസ്സിലാക്കിയിട്ടാണ് കൊച്ചു സംസാരിക്കുന്നത് എന്ന്. തീർച്ചയായിട്ടും കൊച്ചു ചിരിച്ചത് തിരിച്ചറിഞ്ഞത് കൊണ്ടല്ല. കാഴ്ച പരിപൂർണമായിട്ടില്ല. ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് മിനിമം 3 മാസമെങ്കിലും എടുക്കും കൊച്ചിന് ഒരാളെ തിരിച്ചറിയാനായിട്ടുള്ള സമയം എന്ന്. ചിലപ്പോൾ അത് കുറച്ചുകൂടി ദീർഘിച്ച് 6 മാസം വരെ എടുക്കാം എന്നും പറയുന്നുണ്ട്. 6 മാസം എത്തിയിട്ടും കൊച്ചിൻ്റെ ഐ കോണ്ടാക്റ്റ് ശരിയാകുന്നില്ല എങ്കിൽ അത് ഓട്ടിസം എന്ന് പറയുന്ന ഒരു രോഗത്തിൻ്റെ ലക്ഷണവുമായിട്ട് ശാസ്ത്രജ്ഞന്മാർ നമ്മളോട് പറയുന്നുണ്ട്. Early detection can be made at the age of 6 months. 6 മാസത്തിൽ തന്നെ നമുക്ക് കൊച്ചിൻ്റെ ഈ ഒരു രോഗാവസ്ഥ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാമെന്നാണ് പറയുന്നത്. കൊച്ചിന് ഇഷ്ടപ്പെട്ടവരെ മനസ്സിലാക്കുവാൻ, കൊച്ചിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പുറപ്പെടുവിക്കുവാൻ, അതുപോലെ തന്നെ കൊച്ചിൻ്റെ ഭാഷ പഠിക്കുവാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാന ഘടകമാണ് കൊച്ചിൻ്റെ കാഴ്ച, ഐ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കടക്കാം. നമ്മുടെ സ്കൂളുകളെ നമുക്കൊന്ന് എടുത്ത് പരിശോധിക്കാം. കുട്ടികൾ അധ്യാപകരോടും അല്ലെങ്കിൽ മറ്റുള്ളവരോടും ആശയവിനിമയം നടത്തുമ്പോൾ പലപ്പോഴും കണ്ണിൽ നോക്കാറില്ല. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, കള്ളദൃഷ്ടിയാണ്, മുഖത്ത് നോക്കുന്നില്ല എന്ന്. ഇത് കുട്ടികളുടെ കാര്യം. ഇനി അധ്യാപകരിലേക്കൊന്ന് വരാം. അധ്യാപകരുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും വലിയ വ്യത്യാസങ്ങളില്ല. നല്ല ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ എല്ലാവരെയും മുഖത്തും കണ്ണിലും നോക്കിയിട്ടാണ് സംസാരിക്കുക. ആത്മവിശ്വാസമില്ലാത്തൊരു വ്യക്തിയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹം സംസാരിക്കുമ്പോൾ, ക്ലാസ് എടുക്കുമ്പോൾ വായുവിലേക്ക് നോക്കി, ആകാശത്തേക്ക് നോക്കി, അല്ലെങ്കിൽ മറ്റു പല സ്ഥലത്തേക്ക് നോക്കിയിട്ടാണ് ക്ലാസ് എടുക്കുക. അപ്പോൾ ആ ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഐ കോണ്ടാക്റ്റ് ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ആത്മവിശ്വാസം ഇല്ല എന്നുള്ളത്. നമുക്ക് അടുത്ത ഒരു ഏരിയയിലേക്ക് ഒന്ന് കിടക്കാം. പബ്ലിക് സ്പീക്കിംഗ്. രാഷ്ട്രീയക്കാർ പ്രസംഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ അമിതമായിട്ടുള്ള ആത്മവിശ്വാസമാണ് നമ്മൾ പലപ്പോഴും കാണുക. അതുകൊണ്ട് അവർ പറയുമ്പോൾ കത്തിക്കയറി അങ്ങനെ പ്രസംഗിച്ചു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ എങ്കിലും ഐ കോണ്ടാക്റ്റിൻ്റെ കാര്യത്തിൽ അവർ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്.
മറ്റുള്ളവരുമായിട്ടുള്ള ആശയവിനിമയങ്ങളിൽ അത് പബ്ലിക് സ്പീക്കിംഗ് ആയാലും അല്ലാത്തതായി കഴിഞ്ഞാലും ഐ കോണ്ടാക്റ്റിന് പ്രാധാന്യമുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനതെടുത്ത് കാണിച്ചത്. ഇനി നമുക്ക് അടുത്തൊരു മേഖലയിലേക്ക് പോകാം. നമ്മൾ പലപ്പോഴും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. രാഷ്ട്രീയക്കാർ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ അവർ പരസ്പരം നോക്കുകയും കൈ മുറുക്കെ പിടിച്ച് കുലുക്കി കൈ പറിച്ചെടുക്കുന്ന രീതിയിൽ അവർ ആത്മവിശ്വാസം കാണിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത്രയൊക്കെ വേണമെന്ന് ഞാൻ പറയുന്നില്ല. സുഹൃത്തുക്കളുടെ ഹസ്തദാനം ഒന്ന് പരിശോധിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും, അവർ വളരെ ഊഷ്മളമായിട്ട് കണ്ണുകളിലേക്ക് നോക്കുന്നതും കൈകളിൽ പിടിക്കുന്നതും. എന്നാൽ അപരിചിതരായിട്ടുള്ള മനുഷ്യർ കൈകളിൽ പിടിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും കൈമ വളരെ സോഫ്റ്റായിട്ടൊന്ന് തൊടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ആത്മവിശ്വാസമില്ലാത്ത ആ ഒരു പ്രവൃത്തിയാണ് അവിടെ നടക്കുന്നത് എന്ന്. ഇൻ്റർവ്യൂവിൽ ഏറ്റവും പ്രധാന ഘടകമാണ് കണ്ണിൽ നോക്കി സംസാരിക്കുക. ചോദിക്കുന്നവൻ്റെയും ഉത്തരം പറയുന്നവൻ്റെയും വികാരങ്ങൾ ഒരുപോലെ പ്രകടിപ്പിക്കുവാനുള്ള ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു അവസരമാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഐ കോണ്ടാക്റ്റിന് ഏറെ പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ പറയുന്നത്. ഹസ്തദാനത്തെക്കുറിച്ച് പറഞ്ഞു, ഇൻ്റർവ്യൂവിനെക്കുറിച്ച് പറഞ്ഞു, പബ്ലിക് സ്പീക്കിങ്ങിനെക്കുറിച്ച് പറഞ്ഞു, ഒരു കൊച്ചു കുഞ്ഞിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. ഇവിടെയെല്ലാം എടുത്തു കാണിക്കുവാനായിട്ട് ഞാൻ ശ്രമിച്ചത് ഐ കോണ്ടാക്റ്റിന് കണ്ണും മുഖവും ഉപയോഗിച്ചുള്ള നമ്മുടെ ശരീരഭാഷ എന്താണ് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്നാണ്. ഞാൻ ഈ 5ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും അടുത്ത വെള്ളിയാഴ്ച 6ാമത്തെ എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നമസ്തേ.